ഹലോ, നമസ്കാരം. എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. നമ്മളുടെ പഴയ പ്ലാസ്റ്റിക് ബാഗ് അല്ലെങ്കിൽ ഗാർബേജ് ബാഗിൽ നിന്നൊക്കെ നമ്മൾക്ക് എങ്ങനെ എളുപ്പത്തിൽ നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് പൂ ഉണ്ടാക്കാനായിട്ട് പ്ലാസ്റ്റിക് ക്യാരി ബാഗോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഗാർബേജ് ബാഗോ ഏതെങ്കിലും നല്ല കളറ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കളറുള്ള ബാഗ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അത് എപ്പോഴും നല്ലത് 5 സെൻറ്റിമീറ്റർ ഇൻറ്റു 5 സെൻറ്റിമീറ്റർ എന്ന ഡയമെൻഷനിൽ സ്ക്വയറായിട്ട് കട്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ 7x7 കട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇത് റെക്റ്റാങ്കിളിൽ കട്ട് ചെയ്തിട്ട് പിന്നെ അളന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരു ഇയർബഡ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പകുതിയായിട്ട് കട്ട് ചെയ്യുകയാണ്. ഇതിന് പകരം വേണമെങ്കിൽ ഒരു കോലിൽ കോട്ടൺ ചുറ്റിയെടുത്താലും മതി. ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത ബഡ്സിൻ്റെ ആ കോട്ടൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ കുറച്ച് പശ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് സാധാ ഫെവിക്കോൾ പോലത്തെ പശയാണ്. എന്നിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ആ ഫ്ലവറിൻ്റെ പെറ്റലുണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററിൽ ഇട്ടേക്കുന്ന ആ ഹോളിൽ കൂടെ ഈ ബഡ്സ് ഇതുപോലെ താഴത്തേക്കൊന്ന് പ്രസ് ചെയ്ത് ഇറക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ആ ഫ്ലവറിൻ്റെ പെറ്റലും ബഡ്സും കൂടി നല്ലതുപോലെ സ്റ്റിക്ക് ആയിക്കോളും. അധികം തിക്നെസ് ഒന്നും ഇല്ലല്ലോ. ഇതുപോലെ നമ്മളൊന്ന് മുകളിലേക്ക് ആ പെറ്റൽ ആക്കി കൊടുത്താൽ മതി. ഇതാണ് നമ്മൾക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ്. ഓരോ പെറ്റലെടുത്ത് നമ്മൾ ബഡ്സിലൊക്കെ ഒട്ടിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ അതിനുശേഷം ഇതുപോലത്തെ ഒരു ഗോൾഡൻ്റെ ക്രാഫ്റ്റിനൊക്കെ ഉപയോഗിക്കുന്ന വയർ പോലത്തെ കമ്പി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബഡ്സ് ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്യാനായിട്ട്, ബഡ്സ് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ തീ വെച്ച് ഇതുപോലെ ഒന്ന് ഉരുക്കിയിട്ട് ആ കമ്പിയിലേക്ക് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ നല്ലതുപോലെ ഉരുക്കി പിടിച്ചിരുന്നോളൂ. ഇനി നമ്മൾക്ക് ഫ്ലവറിൻ്റെ സ്റ്റെം ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ ഫ്ലവറിൻ്റെ സ്റ്റെമ്മൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ടേപ്പ് ഉണ്ടല്ലോ ഗ്രീൻ കളറിൽ, അത് വെച്ച് ആ കമ്പി ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് അവസാനം കുറച്ച് പശ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തെടുക്കുക.
അടുത്തത് നമ്മൾക്ക് ബഡ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ ഈ വയറിലേക്ക് കുറച്ച് ടിഷ്യൂ ഇതുപോലെ ചുരുട്ടി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അത് നൂല് വെച്ചൊന്ന് സെക്യൂർ ആക്കി എടുക്കുന്നുണ്ട് ആ വയറിലേക്ക്. ഇപ്പോൾ ആ ബഡ് കണ്ടില്ലേ, ആ ഒരു വെള്ള കളറിൽ ടിഷ്യൂവിൻ്റെ ബഡ് ഞാൻ നൂല് വെച്ച് നല്ലതുപോലെ സെക്യൂർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ നേരത്തെ ഗാർബേജ് ബാഗിൻ്റെ ചെറിയൊരു പോർഷൻ സ്ക്വയറായിട്ടോ അല്ലെങ്കിൽ റെക്റ്റാങ്കിളായിട്ടോ കട്ട് ചെയ്തിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി നൂല് വെച്ച് ചുറ്റി നല്ലതുപോലെ കെട്ടിയെടുക്കാം. എന്നിട്ട് അതും നേരത്തെ പോലെ നമ്മൾക്ക് ഗ്രീൻ കളർ ടേപ്പ് വെച്ച് ചുറ്റിയെടുക്കാവുന്നതാണ്. ഇത് വേണമെങ്കിൽ ബഡ്സ് ഉപയോഗിക്കാം, പക്ഷെ അപ്പോൾ ആ ബഡിന് അത്ര വണ്ണം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കോട്ടൺ ടിഷ്യൂ ചുറ്റിയെടുത്തത്. ടിഷ്യൂവിന് പകരം വേണമെങ്കിൽ നമുക്ക് കോട്ടനും ചുറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ 3 ബഡ് ഇതുപോലെ ടിഷ്യൂ വെച്ച് ചുറ്റി നമ്മളുടെ ഗാർബേജ് ബാഗ് കവർ ചെയ്ത് അതുമാതിരി ഗ്രീൻ കളർ ടേപ്പൊക്കെ വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ബഡിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുക. മിനിമം 3 എണ്ണം വേണം. ഇപ്പോൾ ഞാൻ ഈ ബഡ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഈ വയറ് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുകയാണ്. നല്ല ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിങ്ങനെ പ്രസ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഫ്ലവേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ഫ്ലവേഴ്സ് ഇതിലേക്ക് വെച്ചിട്ട് പിരിച്ചെടുത്തേക്കുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ ഫ്ലവേഴ്സും ഇതിലേക്ക് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പഴയ പ്ലാസ്റ്റിക് ബാഗൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല ഭംഗിയാണ് കാണാനിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ ബട്ടൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു.